ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് കേട്ടോ. 2 ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. അപ്പം ഇന്ന് ബാങ്കിലൊന്ന് പോകണം, അങ്ങനെ 2 അത്യാവശ്യ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം അതിനൊക്കെ പോകണം. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ പണികളൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ നീച്ചതാണ്. പിന്നെ സുട്ടൂനാണെങ്കിൽ സ്കൂളും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഇമ്മ ഇവിടെ ഇല്ല കേട്ടോ. 2 ദിവസമായിട്ട് ഇമ്മ വലിയ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോയതാണ്. ഉമ്മാൻ്റെ ഇറ്റൊക്കെ തീർന്നു. ഈ മാസം 8-ാം തീയതിക്ക് ഉപ്പ മരിച്ചിട്ട് 4 മാസം 10 ദിവസമായി. അപ്പോൾ ഉമ്മാനെ ഒരു നോമ്പൊക്കെ ആകുമ്പത്തിന് അവിടെയൊക്കെ 2 ദിവസമൊക്കെ അങ്ങനെയൊക്കെ നിന്ന് വരാൻ 3 നാത്തൂന്മാരോടില്ല, 2 ആളോടെ കേട്ടോ. വലിയ 2 നാത്തൂന്മാരെ വീട്ടിൽ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് വരെ നോമ്പാകുമ്പോഴത്തേന് നമുക്ക് ഇവിടുന്ന് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തറാവീനൊക്കെ പോയിന്. അപ്പോൾ അതേപോലെ ഇപ്രാവശ്യം നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ നമ്മൾ വരാറുണ്ട് അങ്ങനെ പോയതാണ്. അപ്പം ഞങ്ങൾക്ക് പറഞ്ഞേക്കാനും ഉമ്മാക്ക് പോകാനും താല്പര്യമൊന്നുമില്ല കേട്ടോ. നോമ്പൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ പോരെയാണ്. അപ്പം ഉമ്മാക്ക് ഇവിടെ ഇങ്ങനെ നിന്നപ്പോൾ ഭയങ്കര മനസ്സിൻ്റെ ടെൻഷനും കാര്യമൊക്കെ മനസ്സൊക്കെ ഒന്ന് റെഡിയാകാൻ വേണ്ടി കണ്ട് അങ്ങനെ പോയതാണ്. ഞാനും മക്കളും മാത്രം തന്നെ ഉള്ളൂ കേട്ടോ. സുട്ടു ഞാനും മോളും തന്നെ ഉള്ളൂ. കാക്കൂടെ ഊട്ടിയിലാണ്. കാക്കുപ്പം ആദ്യം ബസ്സിലേനും ഇപ്പോൾ കുറച്ചായിട്ടിപ്പം ലോറിയിലാണ് പോണത്. അപ്പോൾ രാത്രി ഒന്നുമില്ല, രാത്രി ഓട്ടം ഉണ്ടായിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ ഞങ്ങൾ തന്നെ ഉള്ളൂ. പിന്നെ ഇങ്ങനെ പോകാൻ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ നീച്ചിട്ടോ. പിന്നെ സുട്ടുവിന് മദ്രസ ഒന്നുമില്ലല്ലോ, അങ്ങനെ ഒരുപാട് നേരത്തെ നീച്ചേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീച്ചതാണ്. അപ്പം പിന്നെ പാത്രമൊക്കെ രാത്രി കഴുകി വെച്ചാലും എനിക്കൊന്നും ഒരു തൃപ്തി ആവില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അരിച്ചേക്കും, അങ്ങനെയൊക്കെ ഒരു തോന്നലാണ്. അപ്പോൾ ഞാൻ രാവിലെ പിന്നെ അത് എടുത്ത് കഴുകും. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ചായയും കടിയൊക്കെ ഉണ്ടാക്കണം. അപ്പം എന്താ ചായക്കടി ഉണ്ടാക്കണം? ഞാൻ പുട്ടാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസമായി പുട്ടുമ്പോൾ കൂടിയിട്ട്. അപ്പം കറി കാക്കൊന്നുമില്ലല്ലോ. അപ്പം എനിക്കും മൂക്കും മാത്രം മതി. പുട്ട് സുട്ട് കഴിക്കൂല. സുട്ട് 1 ഗ്ലാസ് ചായ മാത്രമൊക്കെ കുടിക്കുള്ളൂ. പിന്നെ സ്കൂൾക്ക് പോകുന്ന ടൈമിൽ ഞാൻ ചോറോ കഞ്ഞി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കലാണ് പതിവ്. പിന്നെ കറി ഇട്ടിപ്പം ഇന്നലത്തെ മീൻ കറി ഉണ്ട് ഫ്രിഡ്ജിൽ. പിന്നെ ചെറുപയറിൻ്റെ കറി ഉണ്ട്. അങ്ങനെ 2 കറി ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ചൂടാക്കി വെക്കണുണ്ട്. എനിക്ക് കറിനോടൊന്നും അത്ര താല്പര്യമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചായയും കടിയൊക്കെ റെഡി. ഞാൻ ചായയൊക്കെ കുടിച്ചിങ്ങടെ ബാക്കി എല്ലാ പാത്രമൊക്കെ കഴുകി ക്ലീനാക്കി ഒക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ സുട്ടു നീച്ചത് പിന്നെ സുട്ടുവിന് പറഞ്ഞേക്കാലും ഒരുക്കങ്ങളായി.
എന്താ ഞാൻ പരിപ്പും പച്ചക്കായും തക്കാളിയൊക്കെ ഇട്ടും കറി ഉണ്ടാക്കിക്കണേ. പിന്നെ നമ്മളെ ഫിലോപ്പി മീൻ ഉണ്ടല്ലോ അത് ഫ്രൈ ആക്കിക്കണ്. അതൊക്കെയാണ് ഉച്ചക്കൊക്കെ സ്പെഷ്യൽ. അങ്ങനെ ഞങ്ങളിതാ ബാങ്കിൽ മുമ്പാട് ബാങ്കിലോട്ട് പോണത്. ബാങ്കിലെത്തി ബാങ്കിൽ ചെന്നപ്പോൾ ചെറുതായിട്ട് തിരക്കും വരികയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് താമസം ഉണ്ടായി.